ശ്രീ ശ്രീകുമാർ, ഞാൻ ചോദിച്ചത് ഈ സമുദായ നേതാക്കളുടെ അവർ പറയുന്നത് അനുസരിച്ച് പൂർണ്ണമായും അതുപോലെ തന്നെ വോട്ട് ചെയ്യുന്നവരാണോ ഇവിടുത്തെ സമുദായ അംഗങ്ങൾ? സ്മൃതി, ഞാൻ ആ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഈ ചർച്ചയിൽ ആ ചോദ്യത്തിനാണ് പ്രസക്തി. കാരണം ഞാൻ ഈ അവസാനം നടന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പും അതുപോലെ പാലക്കാട് ചേലക്കര, പാലക്കാട് 18,000 വോട്ടിന് ജയിച്ചല്ലോ കോൺഗ്രസ്. അതിന് 2 ദിവസം മുമ്പല്ലേ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പരമ്പരാഗത ചിഹ്നം മാറി വോട്ട് ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷെ വയനാട് അടക്കം ഭൂരിപക്ഷം കൂടി, പാലക്കാട് കൂടി. ഇനി അത് മാത്രമല്ല, സമുദായ നേതാക്കൾ പറഞ്ഞാൽ ജനം വോട്ട് ചെയ്യണമെന്നില്ല, സമുദായ നേതാക്കൾ പറഞ്ഞാൽ അവരുടെ സമുദായ അംഗങ്ങൾ വോട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ അതൊരു ഘടകമാണ് സ്മൃതി. കാരണം തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഘടകമുണ്ടല്ലോ. അതിലൊന്നാണ് ഈ മറ്റേ ആന്റി ഗവൺമെന്റ്, അതുപോലെ തന്നെ സഹതാപതരംഗം എന്നൊക്കെ പറയുന്ന ഒരു ഘടകമാണ് ഈ വിഷയം. പക്ഷെ ഇതിലത്തെ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ SNDP യോഗം പ്രസിഡന്റ് എന്തുകൊണ്ടാണ് VD സതീശനെ ക്ഷണിച്ചത്, അപ്പൊ രമേശ് ചെന്നിത്തല ക്ഷണിച്ചത്? അപ്പൊ നമ്മൾ പറയും അത് സതീശനുള്ള വിരോധം കൊണ്ടാണ്. അതൊരു കാര്യമാണ്. പക്ഷെ വേറെന്തുണ്ട്, രാഷ്ട്രീയമുണ്ട്. കാരണം CPM അടുത്ത കാലത്തായിട്ട് SNDP യോഗത്തില് കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. SNDP യോഗത്തിന്റെ പല ബ്രാഞ്ചുകളിലും പാർട്ടി ഭാരവാഹികൾ എത്തണം. കാരണം ഒരു കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ കൂടുതലുള്ള SNDP യോഗത്തിലാണെന്ന്. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് SNDPയിലെ ഒരു വിഭാഗം തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ BJPയോടെ അടുക്കുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യം അന്ന് അദ്ദേഹം പറഞ്ഞതാ. ഇന്നിപ്പോ എന്താണ്, SNDPയിലേക്ക് കടന്നു കയറുകയാണ് കമ്മ്യൂണിസ്റ്റുകള്. അത് വെള്ളാപ്പള്ളി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കൂടെ ഒരു ഇത് കാണിക്കുകയാണ്. എന്ത്, ചെന്നിത്തലയെ ക്ഷണിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർക്കും വരാം, SNDP അവർക്ക് അന്യമല്ല. അപ്പൊ നമ്മളത് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷമായിട്ട് കണക്കാക്കുക ചെയ്യാം. കുഴപ്പമൊന്നുമില്ലാണോ, സതീശോട് താല്പര്യമില്ലെന്നൊക്കെ പറയാം. കോൺഗ്രസിലൊരു നേതാവിനെ അങ്ങ് തെരഞ്ഞെടുക്കുകയാണല്ലോ ശ്രീകുമാർ, അതെങ്ങനെയാ അത് കോൺഗ്രസിനെ മൊത്തം ക്ഷണിക്കലാകുന്നത്? ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുന്നു, മറ്റേ നേതാവ് കൊള്ളില്ല എന്ന് പറയുന്നു. രമേശ് ചെന്നിത്തല വക്കീൽ അല്ല, അത് വെള്ളാപ്പള്ളി നരേശന്റെ ചിന്തയല്ലേ? അത് വെള്ളാപ്പള്ളി നരേശന്റെ എന്ന SNDP ജനറൽ സെക്രട്ടറിയുടെ ചിന്തയാണത്. ഞാൻ പറയുന്നത്, വെള്ളാപ്പള്ളി നരേശൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും UDFനെ പിന്താങ്ങിട്ടില്ല. അദ്ദേഹം ഒരു BJP അനുഭാവമായി മാറി. പിന്നെ CPM വന്നപ്പോ പിണറായി ഒപ്പം നിന്നു. അതറിയാലോ, നമുക്ക് ആ കഥകൾ അറിയാലോ. ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. പക്ഷേ ഇതിൽ പ്രശ്നം എന്താ വെച്ചാല്, കേരളത്തിലെ സമുദായ സംഘടനകളെ അവരുടെ ആ ഒരു ചിന്താഗതി തെരഞ്ഞെടുപ്പ് കാലത്ത് വെച്ച് പുലർത്തുന്നത് അവരുടേതായ നേട്ടത്തിന്, അതെല്ലാം അറിയുന്ന കാര്യമാണ്. പക്ഷെ അത് അവർ പറഞ്ഞാൽ അതുപോലെ ജനം വോട്ട് ചെയ്യണമെന്നില്ല. ഇവിടെ ഞാനൊരു കാര്യം പറയും. ഇപ്പൊ സതീശന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് 3 തെരഞ്ഞെടുപ്പൊക്കെ അദ്ദേഹം വിജയിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ, വളരെ ശരിയാണ്. അതുപോലെ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചത്. അതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ഇതാണ്. ഈ സതീശന്റെ നേതൃത്വത്തിലാണല്ലോ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലും KPCC പ്രസിഡന്റ് നേതൃത്വത്തിലാണ്. പക്ഷെ അപ്പോഴൊക്കെ ഒരു ഘടകം വരും. എന്താണ് ഘടകം? NSSന്റെ ഘടകവും SNDPയിലെ ഘടകവും. നേതാക്കളെ വ്യക്തിപരമായിട്ട് അവർ ക്ഷണിക്കാതിരിക്കുമോ എന്നുള്ള അല്ല വിഷയം. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും കാലം ക്ഷണിച്ചില്ല എന്നൊരു ചോദ്യം വരികയല്ലേ? അതെന്താണ്? 1.5 വർഷം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മിന്നുന്ന വിജയം കാഴ്ചവെച്ചു. അതുകൊണ്ടും ഗവൺമെന്റ് വിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ടും സമുദായ സംഘടനകളെ ഈ ജയിക്കാൻ പോകുന്ന UDFനൊപ്പം നിൽക്കാനുള്ള താല്പര്യം കാണിക്കുന്നു. അതൊരു സൂചനയാണ്. ആ സൂചന എന്ന് പറയുമ്പോൾ വ്യക്തി കേന്ദ്രീകൃതമായിരിക്കും. പക്ഷെ നമ്മുടെ ചർച്ചയില് വ്യക്തി കേന്ദ്രീകൃതമായി മാറിയാല് അതിലത്തെ രാഷ്ട്രീയം ഇല്ലാതാകും. ആ രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. NSS നൽകുന്ന സന്ദേശം എന്താണ്? BJPയിലേക്കല്ല നമുക്ക് പോകേണ്ടത്, കോൺഗ്രസിന്റെ ഒപ്പമാണ്. SNDP നൽകുന്ന സന്ദേശം എന്താണ്? കോൺഗ്രസ് നമുക്ക് അന്യരല്ല. CPMന്റെ ചില പ്രാദേശിക ഘടകങ്ങൾ SNDPയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിക്കണം. അത് SNDPയിലത്തെ കോൺഗ്രസ്സുകാർക്കുള്ള ഒരു അറിയിപ്പാണ്. SNDPയിലെ ജനാധിപത്യ ശക്തികൾക്കുള്ള ഒരു അറിയിപ്പാണ്. ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ കാണണം. അല്ലാണ്ട് സതീശനെയും രമേശിനെയും കൂടെ രണ്ടാക്കി മാറ്റി നിർത്തിയ നേതാക്കൾ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാന്നല്ലാണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശശി തരൂരായിരുന്നല്ലോ ഒരു കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി, അറിയാം, 1 വർഷം മുമ്പ്. അതുപോലെ മാത്രം കണക്കാക്കിയാൽ മതി. കോൺഗ്രസിലെ എല്ലാ നേതാക്കളും സമന്മാരാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.